മുകളിൽ കാണുന്ന ആ സാധനം ആരാണെന്നാണല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? 916 സംഗിനി അമ്മച്ചി. ഇവിടെ എല്ലാ ജോലി വിദേശത്താണ് ജോലി. ഇവിടെ എന്താ കാര്യം എന്നാണല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഷാഗിലുള്ളവരോട് നന്ദി പറയാൻ വേണ്ടി വന്നതാ. ഒരു നന്ദി പറച്ചല്. ഇനി നമസ്തേ മുരളീധരൻ ജി. നമസ്തേ. ഹായ് പവിത്രൻ ജി. ഹായ്. ഈ ഷാഗിലുള്ളവരോട് നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഇനി അമ്മച്ചിക്ക് കേരളത്തിലുള്ള കുറച്ച് ജനങ്ങളെ ഉറക്കാനുണ്ട്. അത് ആരെയൊക്കെയാണെങ്കിൽ അമ്മച്ചി ഉറക്കാൻ പോകുന്നതും കൂടി ഒന്ന് നോക്കാം. സോഷ്യൽ മീഡിയ ആൻഡ് കേരള പോലീസ് ആൻഡ് ബാക്കി ജില്ലാ കളക്ടർ, മാന്യ മഹോദയ ജില്ലാ കളക്ടർ അമ്മ, സബ് കളക്ടർ, RDO, അങ്ങനെ എല്ലാവർക്കും ഇന്ന് ശാന്തമായി ഉറങ്ങാവുന്ന ദിവസമാണ്. കേരളത്തിൽ മൊത്തം ജനങ്ങളും ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങും. കേരളത്തിലെ എല്ലാ ജനങ്ങളെയും സമാധാനമായിട്ട് അമ്മച്ചി അങ്ങ് ഉറക്കുക. എന്തിനാണെന്നല്ല ചിന്തിക്കുന്നത്. വഴിയെ പറയും, കേട്ടോളെ. കാരണം ഒരു സമാധിയുടെ പേരും പറഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളും കണ്ട് അങ്ങനെ കണ്ട് ലണ്ടനിൽ ഇരിക്കുന്ന അമ്മച്ചിയുടെ കുരു പൊട്ടി ഒലിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളത്തിലൊരു ഹിന്ദു മുസ്ലിം തമ്മിലുള്ള ഒരു വർഗീയതയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് അമ്മച്ചി കരുതി ലണ്ടനിലെ ഫ്ലാറ്റിലിരുന്നു കൊണ്ട് അമ്മച്ചിയുടെ നാറവായി വെച്ചുകൊണ്ടുള്ള പച്ച വർഗീയത പറയാൻ തുടങ്ങി. കുത്തിത്തിരിപ്പും അല്ലേ? പൂക്കളുടെ മോളെ, ആശയവിനിമയം ശ്രദ്ധിക്കണം. പൂക്കളുടെ മോളെ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ? എന്താണ് മലയാളിക്ക് ഇത്രയും ക്യൂരിയോസിറ്റി എന്ന് ചോദിച്ചാൽ അന്യന്റെ കാര്യത്തിലുള്ള മലയാളിയുടെ ക്യൂരിയോസിറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഈ അന്യന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ അമിതമായിട്ട് ഉത്കണ്ഠ അത് മലയാളിക്ക് മാത്രമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്യര് അവര് ആര് വരുന്നു, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള സകലമാന കാര്യങ്ങളിലും ഒരു ക്യൂരിയോസിറ്റി വെച്ച് പുലർത്തുന്ന ഒരു വർഗമാണ് മലയാളി. മലയാളികളുടെ ക്യൂരിയോസിറ്റിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിന്നെ പോലുള്ള നാറച്ചികളുടെയും നാറന്മാരുടെയും ക്യൂരിയോസിറ്റിയെ കുറിച്ചൊന്ന് പറയണല്ലോ അമ്മച്ചിയെ. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ അതിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെങ്കിലും അതിനകത്ത് എങ്ങനെ ഒരു മുസ്ലിം പേരുള്ള നാമധാരിയെ ഉൾപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ എങ്ങനെ അതിനകത്ത് പ്രതിക്കൂട്ടിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ എങ്ങനെ അതിനകത്ത് പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഒരു വർഗീയ കലാപം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തക്കം പാത്ത് ചവന്തീനിക്കഴുകനെ പോലെ വട്ടമിട്ട് പറക്കുന്നതല്ലേ നിന്നെപ്പോലുള്ള നാറച്ചികളുടെയും നാറന്മാരുടെയും ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. നാറച്ചിയെ മലയാളികളുടെ ക്യൂരിയോസിറ്റിയെ കുറിച്ച് പഠിപ്പിക്കാൻ വന്നിരിക്കണം. ഈ പറയുന്ന നെയ്യാറ്റിൻകര സമാധിയുടെ പേരും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ന്യൂസ് കേട്ടപ്പോൾ, ഒന്നുകിൽ നമ്മൾ അങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കും, ഇതില് വസ്തുത എന്താണ്, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എന്താണ് അവിടെ നടന്നത് എന്ന് പറഞ്ഞിട്ട് ആ സംഗതികൾക്ക് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്. വിദേശ രാജ്യത്തിൽ കിടക്കുന്ന പരട്ടക്കിളവി, നിനക്ക് നെയ്യാറ്റിൻകരയുടെ സത്യാവസ്ഥ അറിയാതെ ശ്വാസം മുട്ടി നിൽക്കുകയാണല്ലേ? അതൊന്നല്ല, നീ വാലുപൊക്കും പറയല്ലോ നീ എന്തിനു വേണ്ടിയാണ് വാലുപൊക്കണം എന്നുള്ളത്. ഈ നെയ്യാറ്റിൻകരയുടെ വിഷയത്തിൽ ഒരു മുസ്ലിം പേരിൽ ആരോപണം ഉണ്ടായി. ആ ആരോപണം ഉന്നയിച്ച ആള് ആ മുസ്ലിം വ്യക്തിയോട് മാപ്പ് പറഞ്ഞു. ഞാൻ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞാണെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് മൂഞ്ചിപ്പോയത്. അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരും പറഞ്ഞ് മുസ്ലിങ്ങളുടെ മേലേക്ക് നിനക്ക് ചളിവാരി എറിയാനുള്ള ചാൻസ് നടുവരൽ വായിലിട്ട പോലെ ആയിപ്പോയതിൻ്റെ കുത്തിക്കിഴപ്പല്ല പരട്ടക്കിളവ് നീ ഇപ്പോൾ ഇവിടെ നിന്ന് ചിലക്കണത്. ഇതെന്താ ആർക്കും അറിയില്ലെന്ന് വിചാരിച്ച കിളവി. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ ഹിന്ദുക്കൾക്ക്, പ്രത്യേകിച്ചും ഹിന്ദുക്കളായ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും അങ്ങോട്ട് പഴി സ്വയം പറയാതെ ഒരു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാലോ. ഹിന്ദു തന്നെ ഹിന്ദുവിനെ തെറി വിളിക്കും, ഹിന്ദു തന്നെ ഹിന്ദുവിനെ വായ വന്നതൊക്കെ വിളിച്ചു പറയും, ഹിന്ദു തന്നെ ഹിന്ദുവിനെ തരം താഴ്ത്തും, ഹിന്ദു തന്നെ ഹിന്ദുവിനെ ഒന്നുമല്ലാത്ത അവനാക്കി തീർക്കും. അങ്ങനെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. അത് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വിദേശ രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് വേറൊരു ശശികലയാകാനുള്ള പരമാവധി ശ്രമത്തിലാണ് നീ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ നെയ്യാറ്റിൻകര വിഷയത്തിനകത്ത് ഒരു മുസ്ലിം പേര് കേട്ടില്ലേ? ആ മുസ്ലിം പേര് കേട്ട സ്ഥിതിക്ക് നിങ്ങൾ എന്തിനാണ് ഹിന്ദുക്കൾ തമ്മിൽ എന്തിനാണ് പരസ്പരം ചളിവാരി എറിയുന്നത്, പരസ്പരം തമ്മിലടിക്കാൻ നിൽക്കുന്നത്? അപ്പുറത്തൊരു മതമല്ലേ ഇസ്ലാം മതം, അതിന് പ്രതിക്കൂട്ടിലാക്കുക. ആ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന് പറയുക, ആ മുസ്ലിങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്ന് പറഞ്ഞ് അവരെ പ്രതിക്കൂട്ടിലാക്കി നിർത്തിക്കൊണ്ട് അവരെല്ലാം തീവ്രവാദികളാണെന്ന് പറഞ്ഞ് ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ സൃഷ്ടിക്കുക.
ഇതല്ല നീ പല നിറച്ച് അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പം ഈ ചലച്ചതിൻ്റെ അർത്ഥം. പ്രായം കുറേ ആയില്ല നിനക്ക്, വയസ്സായില്ലേ, പേരക്കുട്ടികളൊക്കെ നോക്കിയിട്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്നൂടെ? എന്തിനാണ് ഇപ്പോൾ ഈ കൂട്ടിക്കൊടുത്ത് ജീവിക്കാൻ നിൽക്കുന്നത്? ഉളുപ്പില്ല നിറച്ച് നീക്ക്. ഇടിച്ചു പൊട്ടിച്ചേ ഇരിക്കൂ. ഞാൻ ചോദിക്കുന്നേ, ഈ അദ്ദേഹത്തിന്റെ പിന്നെ കല്ലറ ഇടിച്ചു പൊട്ടിക്കാനായിട്ടുള്ള നട്ടെല്ലും ചങ്കൂറ്റവും കേരള പൗലോസിനുണ്ട്. ഈ ഓർഡർ ഇടാനായിട്ടുള്ള ചങ്കൂറ്റവും മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും ഒരു ഖബറിടം പോയിട്ട് തോണ്ടേണ്ടി വന്നാൽ തോണ്ടുവോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട കേരള പൗലോസിനോടും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോടും ബഹുമാനപ്പെട്ട സബ് കളക്ടർ RDO എല്ലാവരോടും കൂടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു ഖബറിടമായിരുന്നെങ്കിൽ തോണ്ടാനായിട്ട് നിങ്ങൾ ഓർഡർ ഇടുവോ? നാറച്ചി മുസ്ലിങ്ങളുടെ ഖബറിടം പൊളിക്കേണ്ട ആവശ്യം വന്നാൽ അത് പിണറായി വിജയനായാലും ഓർഡർ ഇടും, ജില്ലാ കളക്ടർ ആയാലും ഓർഡർ ഇടും. പക്ഷെ ഇതുവരെയ്ക്ക് മുസ്ലിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം മുസ്ലിങ്ങളാരും സമാധിയാകാറില്ല, സാധാരണ മയ്യത്തേ ആകാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഓർഡർ ഇടേണ്ട ആവശ്യവും വന്നിട്ടില്ല. മനസ്സിലായ നിറച്ചി? നീ ഇതിൻ്റെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഒരു വർഗീയത ഉണ്ടാക്കാൻ പരമാവധി ശ്രമിച്ചു കൂട്ടുന്നുണ്ടല്ലോ പറ നിറച്ചിയായി. ഇപ്പൊ ഈ ജില്ലാ കളക്ടർ അവിടെ വന്നിട്ട് അവരൊരു സ്ത്രീയാണ്, അവരൊരു സ്ത്രീ ആയിട്ട് കൂടി ആ ഒരു അമ്മയുടെ കരച്ചിലോ നിലവിളിയോ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ കണ്ണീരോ അതൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല. അവരെ വലിച്ചഴച്ചു കൊണ്ടുപോവാണ്. അവർ ഏതാണ്ട് ക്രിമിനൽ കുറ്റം ചെയ്ത പോലെ, അവർ ഏതാണ്ട് എന്തൊക്കെയോ ഇവരുടെ അപഹരിച്ച പോലെ. ഈ ജില്ലാ കളക്ടർ ശരിക്കും ഒരു വൈരാഗ്യം പോകുന്ന പോലെയാണ് ചെയ്തിരുന്നത്. നേരെ മറിച്ചിട്ട് ഇതൊരു ഖബറായിരുന്നെങ്കിൽ എന്ത്, ഈ നമ്മുടെ രാജ്യത്ത് എല്ലാ മനുഷ്യരും എല്ലാ മതക്കാരും ജീവിക്കുന്ന നാടല്ലേ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും ശരി, ഓരോരോ മതക്കാർക്ക് അവരവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും പിന്നെ സംഗതികളും ഉള്ളത് എല്ലാം അറിഞ്ഞിട്ട് വരുന്ന ഈ ജില്ലാ കളക്ടർക്ക് ഈ പറയുന്ന സംഗതിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു സംയമനമാവായിരുന്നല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചും അറിഞ്ഞുമാണ് എല്ലാവരും. നിർത്ത് നാറച്ച് നിന്റെ ഊള കഥാപ്രസംഗം. അതിപ്പോ നിന്റെ സംഖ്യക്കുടുംബമായതുകൊണ്ടോ നിനക്ക് ഇത്ര പൊള്ളലേക്കുന്നത്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും ഒക്കെ അനുഭവിക്കേണ്ടി വരും. ഈ നിയമപാലകരൊക്കെ പൊട്ടന്മാരൊന്നല്ല. ആ ചങ്ങാതി പിടിച്ച് അറസ്റ്റ് ചെയ്യേ അല്ലെ അവർ അത് പൊളിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടന്മാരായതുകൊണ്ടല്ല, അതിന് തക്കതായ തെളിവ് കിട്ടിയതുകൊണ്ടാണ് അത് നിയമം അതിൻ്റെ അനുസരിച്ച് ഇത് പെരുമാറിയത് കേട്ടാ. അതിപ്പോൾ ഒരു മുസ്ലിമിനാണ് ഈ ഗതി വന്നിട്ടുണ്ടെങ്കിൽ നീയൊക്കെ അവിടെ ഇരുന്ന് കയ്യും കൊട്ടി കാലും കൊട്ടി ആഹ്ലാദിച്ച് അർമാദിക്കല്ലോട് പറഞ്ഞ അരച്ച്. അങ്ങനെ എത്ര മുസ്ലിങ്ങൾ ഇവിടെ ഒരു ആവശ്യമില്ലാതെ ജയിലിൽ കിടക്കുന്നു, എത്ര മുസ്ലിം പെൺകുട്ടികൾ ഇവിടെ പീഡിപ്പിക്കുന്നു, എത്ര മുസ്ലിം ആൾക്കാരെ ഇവിടെ പശുവിൻ്റെ പേരിൽ അടിച്ചു കൊല്ലുന്നു. അപ്പോഴൊന്നും നിന്റെ തൊള്ള ഇതുപോലെ തുറക്കാറില്ല. അതെങ്ങനെ തുറക്കും? സംഗിനിയല്ലേ പരന്നറച്ചി സംഗിനി ചേലക്കിന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ പിന്നീട് ഇരുന്നോട്ട് കുത്തിത്തീർപ്പും വർഗീയത ഉണ്ടാക്കലല്ല പരന്നറച്ചി കാണിക്കേണ്ടത്. പിണറായി വിജയനോട് ഞാൻ ചോദിക്കുന്നത്, ഒരു ഖബറാണെന്നുണ്ടെങ്കിൽ ആ ഖബർ പൊളിക്കാനായിട്ട് ഈ പറയുന്നവന്മാർക്ക് നട്ടലിന് ഉറപ്പുണ്ടോ? ഏതെങ്കിലും ഒരു ഖബറിൽ ഒരാളെ കൊന്നു കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കണ്ട ഖബറുകൾ കിടക്കുന്നുണ്ടല്ലോ, ഞാനും കൊടുക്കാം ഒരു പരാതി. എനിക്കും സംശയമുണ്ട്. ഈ പറയുന്ന പള്ളി സെമിത്തേരികളിലും ഈ പറയുന്ന മോസ്കുകളിലും ഇവന്റെയൊക്കെ ഖബറിലൊക്കെ ഒരുപാട് എണ്ണത്തിന് തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ട്. എനിക്ക് സംശയമുണ്ട്, ഞാൻ കൊടുക്കുന്നുണ്ട് കേസ്. ഭ്രാന്തി, കൈകൊണ്ട് ആ മേശപ്പുറത്ത് ആ അടിയടിച്ചിട്ട് വെറുതെ കൈകളെയാണ് കണ്ട. നിനക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? നീ ഭ്രാന്തിയാ അതോ സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആവേശമോ? നിനക്ക് അങ്ങനെ ഒരു സംശയം വരാനുള്ള കാരണം എന്താ വെച്ചാൽ, എനിക്ക് എൻ്റെ ബലമായ സംശയം നീ നിന്റെ തന്തനെ തലക്കടിച്ചു വന്നിട്ട് കുഴിച്ചു മൂടിയിട്ട് വിദേശ രാജ്യത്തേക്ക് നാട് വിട്ടു പോയതല്ലേ കേസിൽ പെടാതിരിക്കാൻ. എനിക്ക് ബലമായ സംശയമുണ്ട്. നീ എന്തൊക്കെ ഈ അന്തം കൊണ്ടും ഇല്ലാത്ത പൊട്ട വർത്താനൊക്കെ പറയണേ. കബറുകൾ മുഴുവൻ പൊളിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കേസ് കൊടുക്കുന്നുണ്ടെന്ന്. വിദേശ രാജ്യത്തിന് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ പോയി പണിയെടുക്കുന്നത്? കഞ്ഞി കുടിക്കാനുള്ള വകുപ്പുണ്ടാക്കാനല്ലേ? നീ അങ്ങനെ പോയിട്ട് കബറൊക്കെ പൊളിക്കാൻ കേസ് കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു സംഭവം അവിടെ കണ്ടില്ല പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? നിനക്ക് തലയ്ക്ക് രോഗമുണ്ട്. എന്തൊക്കെ പിച്ചുമ്പോഴൊക്കെ നീ വിളിച്ച് പറയണം. ഭ്രാന്താണ്, എനിക്ക് മെൻ്റലാ, മാനസിക രോഗമുണ്ടോ? എൻ്റെ ആവേശം കണ്ടു കഴിഞ്ഞാൽ പറയില്ല ഞാൻ. ഏതാ ഈ തീട്ട നിറച്ചി? നിങ്ങൾക്ക് ലൂസ് വല്ലതും ഉണ്ടോന്ന് സംശയമുണ്ട്. മൊത്തത്തിൽ ഭ്രാന്ത് ഇളകേണ്ട സമയമായി. കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മൊത്തം ഭ്രാന്ത് ഇളകി കഴിഞ്ഞാൽ തീരാവുന്ന ഭ്രാന്തേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. ഇപ്പൊ മനസ്സിലായില്ല ഈ നാറച്ചിന്റെ പ്രശ്നം എന്താണെന്ന്? വേറൊരു ശശികല ആകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാറച്ചി, ഒരു ഭ്രാന്തി, പൊട്ടഭ്രാന്തി, വിവരവും എന്ന് പറഞ്ഞ സാധനം 10 വയസ്സില്ലാത്ത നാറച്ചി. കഞ്ഞി കുടിക്കാനുള്ള വകുപ്പ് നോക്ക് പെണ്ണുപിള്ള. ഈ തെണ്ടിത്തരം പറഞ്ഞ് വിളിച്ചു പോവാതെ വിദേശത്ത് പോയിട്ടേ വല്ല കഞ്ഞി കുടിക്കാനുള്ള വകുപ്പ് നോക്ക്. നടക്കുന്ന കാര്യങ്ങളിലൊക്കെ വല്ലതും പറ. ശശികലാകാൻ നിൽക്കണ്ട, വിഷപ്പാമ്പായ ശശികലാകാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. തേച്ചൊട്ടിക്കും ജനങ്ങള്. എനിക്ക് ഭ്രാന്താ. ഞാൻ വേണമെങ്കിൽ എന്റെ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാം. അല്ലെങ്കിൽ എനിക്കിപ്പോ ഭ്രാന്താണ്. എന്റെ സംസാരം കേട്ടിട്ട് തോന്നുന്നില്ലേ ഭ്രാന്താണെന്ന്? എനിക്ക് ഭ്രാന്താണെന്നേ. എന്തേ
ആ അതെനിക്ക് തോന്നി, നിന്നെ കണ്ടപ്പോഴും നിന്റെ സംസാരം കേട്ടപ്പോഴും തോന്നി ചെറിയ ഭ്രാന്തൊന്നല്ല, വലിയ ഭ്രാന്താണെന്നുള്ളത് എനിക്ക് തോന്നി. നീ ഏതോ ഒരു മാനസിക ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടിയ ഒരു കേസാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ ഡൗട്ട് ഉണ്ട്. നീ എങ്ങനെ വിദേശ രാജ്യത്ത് പോയി പെട്ടത് ഈ ഭ്രാന്തും വെച്ചുകൊണ്ട്? കള്ള പാസ്പോർട്ടിൽ പോയതാണോ? പറ നിറച്ച് വർഗീയ ഭ്രാന്ത്. ഏതാ ഈ ലൂസ് വട്ടി കേസ്? അന്തം കൊന്തമില്ലാതെ എന്തൊക്കെയോ ബിച്ചും പേയും വിളിച്ചു പറഞ്ഞു. നീ പറയുന്നതിൽ എന്താ കിഴമ്പുണ്ടാടേ വൃത്തികെട്ടവളെ? പ്രായം കുറേ ആയില്ലേ, വയസ്സ് കുറേ ആയില്ലേ? വർഗീയം കൊണ്ട് ഇട്ട വർഗീയം കൊണ്ട് നടക്കണേ അറച്ചി. ഇതിൻ്റെ അടുത്ത് ഇതിന് ലൂസാണ്, അതിന് മെൻ്റൽ കേസാണ്. ഇതിൻ്റെ അടുത്തൊന്നും ഒന്നും സംസാരിക്കും. ഇത് മാനസിക ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടിയ ഒരു ലൂസ് വെട്ട. കബറുകളെല്ലാം പൊളിച്ചെടുക്കാൻ ഞാൻ കേസ് കൊടുക്കുന്നു. അതിൽ തന്നെ മനസ്സിലായില്ല ഇതിന് 5 പൈസൻ്റെ വിവരമില്ലാത്ത ഏതൊരു മാനസികം. ജാമിദിൻ്റെ ആരായിട്ട് വരും നീ? ജാമിദ നിൻ്റെ ഈ പോസ്റ്റ് എടുത്തിട്ട് അവളുടെ പേരിലിട്ടിട്ടുണ്ടല്ലോ, അതന്നെ എല്ലാം ഒരു ടൈപ്പ് വർഗം. ജാമിദ പ്ലസ് ജിസ്റ്റും പ്ലോട്ട്. ഒന്ന് പോ നാറച്ചി അവിടുന്ന്.